ഹായ് കൂട്ടുകാരെ, എൻ്റെ മേടമാസ പച്ചക്കറികളും മാങ്ങ പഴുപ്പിക്കുന്ന രീതിയുമാണ് പരിചയപ്പെടുത്തുന്നത്. ചുവന്ന ചീരയാണ് പാവി നിർത്തിയത്. ഇപ്പോൾ ഇത് വളർന്നു കഴിഞ്ഞു. ഇനി ഇത് ഓരോന്നായി പിഴുതു നടണം. ഇത് വെള്ളരിയാണ്, പടർന്നു തുടങ്ങി. ഇനി തെങ്ങോല വെച്ചു കൊടുക്കണം. ചിരങ്ങയാണ്, ചുരക്കയെന്നും അറിയപ്പെടുന്നു. കുറ്റിപ്പയറാണ് ഞാൻ നട്ടുകൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് നല്ലോണം തഴച്ച് വളരുന്നുണ്ട്. 2 നേരം നനയ്ക്കണം. ഇതിന് പന്തലിടേണ്ട ആവശ്യമൊന്നുമില്ല. നിലത്ത് അങ്ങനെ കുറ്റിയായി വളർന്ന് കായ്ച്ചുകൊള്ളും. എന്നാലും ഞാൻ കുറച്ച് വടികളൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനിയും ദിവസങ്ങളെടുക്കും അത് ഒന്ന് കായ തരാൻ. ഇത് കുമ്പളമാണ്, വലിയ കുമ്പളമാണ്. ഇളവൻ എന്ന് അറിയപ്പെടുന്ന വലിയ കുമ്പളം. ചേന മുളച്ച് പൊന്തി തുടങ്ങി. ഇനി വേനൽ മഴ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ബാക്കി കൂടി മുളച്ച് വരുന്നു. വെണ്ട മുളച്ച് പൊന്തി തുടങ്ങി. ഇത് കാവുത്ത് അഥവാ കാച്ചിലാണ്. ഇപ്പോൾ പടർന്ന് നെല്ലിമരത്തിലെത്തി. ആഫ്രിക്കൻ മല്ലിയാണ് മുളച്ച് പൊന്തി നിൽക്കുന്നത്. ഇത് അരിമുളകാണ്, പൂത്തു തുടങ്ങി. ചെറിയ കായകൾ കായ്ക്കാനുള്ള പുറപ്പാട്ടിലാണ്. ചെറിയ ചേമ്പ് മുഴുവൻ അമച്ച് പൊന്തിയിട്ടുണ്ട്. ഈ ഒരു മത്തൻ എൻ്റെ കിണറിൻ്റെ മുകളിലേക്കാണ് പടരാൻ ആരംഭിച്ചിട്ടുള്ളത്. കിണറിൽ ഇങ്ങനെ മത്തൻ കായ്ച്ചു കിടക്കട്ടെ എന്ന് ഞാനും കരുതി. ഇത് വിറകുപരയാണ് എൻ്റെ. ആ വിറകുപരയിലേക്ക് പടർന്നു കയറാൻ ഒരുങ്ങുകയാണ് പടവലം. 4 ചെടിയാണ്. തെങ്ങോല വെച്ച് കൊടുത്ത് മുകളിലേക്ക് പടർത്തണം. മത്തൻ. ഇത് വഴുതന, ഒരു തരം കാവി കളറുള്ള വഴുതനയാണ്. മുറ്റം മുഴുവൻ പടരുകയാണ്. ആദ്യമായി കായ്ച്ച ചക്കയാണ്. 3 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവാണ്. ഇത് വയലറ്റ് നിറത്തിലുള്ള ഒരു തരം പേരയാണ്. അമരയാണ്. പന്തലിൽ പടർന്നു കയറിക്കഴിഞ്ഞു. ഇത് മൂവാണ്ടൻ മാങ്ങയാണ്. കറുത്ത മൂവാണ്ടൻ എന്ന് അറിയപ്പെടുന്നു. ഇവനെയാണ് ഞാൻ പഴുപ്പിക്കാൻ പോകുന്നത്. താഴെ നിൽക്കുന്ന മൂത്തതൊക്കെ ഞാൻ അറുത്തെടുക്കുകയാണ്. ഇത് മൂത്തോ എന്നറിയണമെങ്കിൽ ആദ്യമായി 1 or 2 എണ്ണം മരത്തിൽ നിന്ന് താഴെ വീണ് കിടപ്പുണ്ടാവും. ആ സമയത്ത് പോയി നോക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ മൂത്തിട്ടുണ്ടാവും. ഇതിപ്പോൾ പാകമാണ്. ഇതുപോലെ 3-4 മരമുണ്ട് ഇതുപോലെ, പക്ഷേ അതിലൊന്നും മൂത്തിട്ടില്ല. റെഡ് ലേഡിയാണ്, പഴുത്ത് നിൽപ്പുണ്ട്. വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന കറുത്ത മൂവാണ്ടനൊന്നും മൂത്തിട്ടില്ല. അത് മെയ് 1st വീക്ക് കഴിയണം. അതുപോലെ വെളുത്ത മൂവാണ്ടൻ ഇപ്രാവശ്യം കായ കുറവാണ്. ഇനി ഞാൻ ഗുണ്ടിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇതാ വീണ് കിടപ്പുണ്ട് ഗുണ്ട്. അപ്പോൾ ഗുണ്ടിൻ്റെ മറ്റു ആളുകളെയൊക്കെ ഞാൻ പറിച്ച് പഴുപ്പിക്കാൻ പോവുകയാണ്. ഗുണ്ടെല്ലാം മൂത്തിട്ടുണ്ട്. മുറ്റത്ത് തന്നെയാണ് ഗുണ്ടുമാങ്ങ നിൽക്കുന്നത്. നിറച്ച് കായുണ്ട്. നല്ല ടേസ്റ്റാണ് ഗുണ്ടിന്. ഇത് കൊന്നമരമാണ്. കൊന്നയുടെ ഇല വെച്ചാണ് ഞാൻ മാങ്ങ പഴുപ്പിക്കാൻ പോകുന്നത്. തെങ്ങളനീരും നിറച്ച് കായ പിടിച്ചിട്ടുണ്ട് ഈ മേടമാസത്തിലെ ചൂടിനെ തടയാൻ. അപ്പോൾ കൊന്നയുടെ ഇലയാണ് ഈ എടുത്തിട്ടുള്ളത്. ഇനി ഇത് വെച്ച് എങ്ങനെയാണ് മാങ്ങ പഴുപ്പിക്കുന്നത് നോക്കാം. അപ്പം ഞാൻ 2 തരം മാങ്ങയാണ് പഴുപ്പിക്കാൻ പോകുന്നത്, ഗുണ്ടും കറുത്ത മൂവാണ്ടനും. അപ്പോൾ രണ്ടും 2 ഭാഗത്താണ് വെക്കാൻ പോകുന്നത്. എൻ്റെ കുട്ടയിലാണ് ഞാൻ ഇത് പഴുപ്പിച്ചെടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് കൊന്നയുടെ ഇല, കൊന്നത്തൂപ്പ് എന്നാണിത് അറിയപ്പെടുക. ഭയങ്കര ചൂടാണ് കൊന്നയുടെ ഇലയ്ക്ക്. അതുകൊണ്ടാണ് ഈ മാങ്ങ ഒരേപോലെ മഞ്ഞ നിറത്തിൽ പഴുക്കാൻ പോകുന്നത്. നല്ല കളറായിരിക്കും കൊന്നയില വെച്ച് പഴുത്ത മാങ്ങയ്ക്ക്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മാങ്ങ നിലത്ത് വീഴരുത്. നിലത്ത് വീണ് കഴിഞ്ഞാൽ അത് അളിഞ്ഞു പോവും, പഴുക്കില്ല. ഒരെണ്ണം പോലും നിലത്ത് വീണത് ഇതിൽ വെക്കാൻ പാടുകയില്ല. അപ്പോൾ ദാ അതിൻ്റെ മേലെ, കറുത്ത മൂവാണ്ടൻ്റെ മേലെ ഞാൻ കൊന്നത്തൂപ്പ് വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മേലെയാണ് ഞാൻ ഗുണ്ട് വെക്കാൻ പോകുന്നത്. ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞേ ഇത് തുറന്നു നോക്കാൻ പാടുകയുള്ളൂ. കാറ്റ് കടന്നാൽ പിന്നെ ബാക്കിയുള്ളതൊന്നും പഴുക്കില്ല. 7 ദിവസം കഴിഞ്ഞിട്ടേ ഇത് നോക്കാൻ പാടുകയുള്ളൂ. അപ്പം നല്ല മഞ്ഞ കളറായിരിക്കും, സ്വർണത്തിൻ്റെ നിറമായിരിക്കും മാങ്ങയ്ക്ക്. ഇനി ഇതിൻ്റെ മേലെയാണ് ഞാൻ ബാക്കിയുള്ള
കൊന്നത്തൂപ്പ് കൂടി വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ അച്ഛൻ മാങ്ങ പഴുപ്പിക്കാറ്. അവിടെ നിറച്ച് മൽഗോവയുണ്ടായിരുന്നു എൻ്റെ ബാല്യകാലത്തിൽ. വട്ടിയിലാണ് പഴുപ്പിക്കാറ്. ഞങ്ങൾ ഓരോ മക്കൾക്കും വയറ് നിറച്ച് തിന്നാനുള്ള മാമ്പഴം പഴുപ്പിച്ചെടുക്കും. മാങ്ങ പറിക്കാൻ ആളും ഉണ്ടായിരുന്നു. ഇന്ന് മാങ്ങ പറിക്കാനൊന്നും ആളില്ല. താഴെയുള്ളതൊക്കെ കിട്ടും, മുകളിലുള്ളതെല്ലാം പക്ഷിമൃഗാദികൾ കഴിച്ചു പോവുകയും ചെയ്യും. ഇനി ഞാനൊരു മുറം വെച്ചത് അടച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ഇനി തുറക്കും.